ഇതെന്നാ പറ്റിയത്? എന്റെ കർത്താവേ, ക്രിസ്മസായിട്ട് പള്ളി എന്നാ കൂട്ടമണി. പെരുന്നാളല്ല അവതാളത്തിലാവൂ. വാ അക്കരച്ച് നോക്കിട്ട് വരാം. കടലാരും വേണ്ടയോ? ഓ സാരമില്ല, വാ. കർത്താവ് പള്ളിയിൽ കൂട്ടമണി. പ്രശ്നമുണ്ടല്ലോ. വലിച്ചിട്ട് വേണ്ട, നോക്കാം. വാ വാ. കപ്പേരെ കപ്പേരെ അത് നമ്മുടെ പുത്തൂർ മീസല്ലേ? നീ എന്നാ ചെയ്യുന്നേ? എടോ കപ്പേരെ, ഇവൻ എങ്ങനെയാ മണിമേടെ കയറിയത്? ഞാൻ ചുക്കിലടിക്കാൻ കരുതിയതാ. തനിക്ക് ചുക്കിലടിക്കാൻ വേറെ ആരും കിട്ടില്ലേ? നിന്നോട് പണിയടിക്കാൻ? റോയിക്കുട്ടനാ 100 പ്രാവശ്യം അടിച്ചാൽ കുട്ടി മേടിച്ചരാന്ന് പറഞ്ഞു. നീ ഇപ്പൊ എങ്ങനെ താഴെ കിടക്കുന്നേ? ഞാൻ ചെയ്യട്ടെ? അയ്യോ വേണ്ട വേണം. വേണ്ട. കുട്ടി മേടിക്കാൻ ഞാനേ നിന്നോടൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. എല്ലാരും പോയട്ടെ. മരം തപ്പി എവിടെ പോവും? വൈകുന്നേരം മുമ്പ് കിട്ടിയില്ല, കാര്യം നടക്കത്തില്ല. ക്രിസ്മസ് ട്രീക്ക് പറ്റിയ മരം എന്താ? ഇത് മതിയാ? ഓ, ഇവനൊരു വായി നോക്കി തന്നെ. കേറങ്ങോട്ട്. മതി മതി, ഇനി നീ ആ കൊമ്പേലങ്ങ് ഉന്തിയാ മതി, അതിന് പോരും. അപ്പൊ ഇനി വെട്ടണ്ടേ? ഇവന്റെ ഒരു കാര്യം നീ പറഞ്ഞ പോലെ ചെയ്യ്. മറിഞ്ഞ ഒരു കാറ് വരണ്ട. എനിക്കൊന്നും പറ്റില്ല. പറ്റിയത് കാറടാ. എന്നെ തല്ലരുത്. തല്ലി നീ എന്തിയോടാ? പട്ടി വണ്ടി കിട്ടും. അലവലാതിയൊക്കെ ജാഗ്രതാക്കാൻ നമ്മളെ വേണം പറയാൻ. എന്താ അറിയാമോ ഇത്? ഉർമീസിന്റെ കാര്യത്തിന് ഇത് എത്രാമത്തെ തവണയാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്? അച്ഛനല്ലാതെ ഞങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളല്ലേ അവന്റെ മേലൊരു കണ്ണു വേണമെന്ന്. ആ പിള്ളേരെല്ലാം കൂടെ പെരുകേറ്റിപ്പം അവൻ അറിയാതെ ചെയ്തു പോയതാ. ഒന്നും അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ജന്മനാ ബുദ്ധി വളരാത്തവനാണെന്നും ചികിത്സിച്ചാൽ ഭേദമാവില്ല എന്നുള്ള സത്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നവരില്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവനെ ഇങ്ങനെ എല്ലാവരും ഇട്ട് വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ ഞാൻ മറിയാമ്മോട് പലപ്പോഴും പറഞ്ഞത് മറ്റിടത്തേക്ക് മാറി നിൽക്കുന്ന എല്ലാം കൊണ്ടും നിൽക്കുക നല്ലതെന്ന്. പുതിയ സ്ഥലവും ആൾക്കാരും ഒക്കെ ആവുമ്പോൾ ഉർമേസിന് തന്നെ ഒരു മാറ്റം ഉണ്ടായിക്കൊടുന്നില്ല. മറിയാമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. നീലഗിരിയിൽ ഞാൻ മുമ്പിരുന്ന പള്ളിയിലെ അച്ഛന് ഒരു കത്ത് തരാം. അവിടെ ആവുമ്പോ എസ്റ്റേറ്റിലോ മറ്റോ എന്തെങ്കിലും ജോലി അച്ഛൻ തരപ്പെടുത്തരും. കർത്താവായ ദൈവം എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കും. വരൂ, SI യോടൊന്ന് പറഞ്ഞു നോക്കാം. ഓ, അച്ഛൻ പിന്നെയും വന്നോ? സാറുണ്ടോ? ഉണ്ട്, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. നമസ്കാരം മേന്നെ. ആ, അച്ഛൻ ഇരുന്നാട്ടെ. മേന്നെ ഞാൻ വേണ്ടച്ചോ,
ഇവനെ വിടണമെന്ന് പറയാനാണ് അച്ഛൻ വന്നെങ്കിൽ അത് നടക്കുകയില്ല. ഞാൻ ഇവനെ വിടത്തില്ല. മിസ്റ്റർ മേനോൻ, ഇപ്രാവശ്യം കൂടി ആ എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ചോ? ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. ഓരോ ദിവസവും എന്തേലും ഗുലുമാൽ ഉണ്ടായിക്കൊണ്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതേ വാദി മാത്തച്ഛനായതുകൊണ്ടാ. ഇതങ്ങനാണോ? പണിക്കരുടെ കാറാവാൻ അടിച്ചു പൊളിച്ചത്. പള്ളിയും പണിക്കരും തമ്മിൽ വ്യത്യാസമുണ്ടേ. എന്റെ പൊന്ന് സാറേ, അവൻ അറിയാതെ. നിങ്ങൾ മിണ്ടായിരുന്നല്ലേ? കാര്യം ഗൗരവമുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ മിസ്റ്റർ പണിക്കരുമായിട്ടൊന്ന് സംസാരിക്കാം. അങ്ങയുടെ ഭാഗത്തുനിന്ന് കേസും വഴക്കൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കണം. പക്ഷെ അത് ബുദ്ധിയില്ലാത്തൊരുത്തനായതുകൊണ്ടാ ഞാനിങ്ങനെ വീണ്ടും. ബുദ്ധിയില്ലെങ്കിൽ ആശുപത്രി കൊണ്ടാക്കണം. അല്ലാതെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് പബ്ലിക് ഡാമേജ് ഉണ്ടാക്കി വെച്ച് ആരാ ഉത്തരം പറയാ? എന്റെ പൊന്ന് സാറേ, ഞാൻ സത്യം ചെയ്യാം. ഇനി ഇവനെ കൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കല്ല. ഇപ്രാവശ്യം കൂടി മേനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇവന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികയല്ല. ഉറപ്പാണേ. ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ ഇവനെ പിടിച്ചാൽ ഊളംപാറയ്ക്കായിരിക്കും. പറഞ്ഞേക്കാം. ആ സാറ് പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഞാൻ വന്നുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇവന്റെ അപ്പം മരിച്ചപ്പോ തൊട്ട് തുടങ്ങി ഒരു ചുറ്റല്ല. ഒരു സ്ഥലത്തിരുത്തി പൊറപ്പിക്കുകയല്ല. കൂടിയ 6 മാസം എന്നെ പെടാപ്പാട് പെടുത്തുക. അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്താതാടാ ഓർമ്മീസേ. ഇവർക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ വയസ്സുകാലത്തും നിന്നെ ഒരു പോറ്റണം എന്ന് വെച്ചാൽ കരയാതമ്മേ, ഇനി ഞാനൊന്നും ചെയ്യല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഗുണം കിട്ടാതിരിക്കില്ല. അമ്മേ, അമ്മേ, എന്താ വേണ്ടേ? ഞാൻ കൂടെയുള്ള അമ്മയ്ക്ക് പ്രയാസമാണ്. ഞാൻ വഴക്ക് പറഞ്ഞത് നിനക്ക് സങ്കടമായോ? എങ്കിൽ എന്റെ മോൻ പോയി കിടന്നുറങ്ങ. എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. നമ്മൾ മേടിക്കാൻ നമ്മുടെ സ്ഥലത്തെ പറ്റി പറ. നീ കിടന്നുറങ്ങ ഉറുമീസേ. ഒന്ന് പറയാമേ, അന്ന് പറഞ്ഞ പോലെ. ഒരു പ്രാവശ്യം പറയും, അത് കഴിഞ്ഞ് നീ കിടന്നുറങ്ങിക്കണം. നമ്മൾ ജോലിയെടുത്ത് കാശെല്ലാം കൂട്ടി വെച്ച് ഒരു വീടും പറമ്പും മേടിക്കും. പറമ്പെന്ന് വെച്ചാൽ വലിയ ഒരു പറമ്പ്, മാവും പ്ലാവും എല്ലാം ഉള്ളത്. അതിൽ നമ്മൾ കുറെ പശുക്കുട്ടികളെയും ആട്ടുംകുട്ടികളെയും വളർത്തും. എന്നിട്ട് കൊച്ചു കൊച്ചു കൂടുണ്ടാക്കി അതില് മുയലിനെയും പൂച്ചനെയും വളർത്തണം. ഇപ്പൊ നിനക്കെല്ലാം അറിയാലോ. എന്നാ നമ്മളെ സ്ഥലം വാങ്ങാൻ പോകുന്നത്? കൊറേ കഴിഞ്ഞ് നീ കിടന്നുറങ്ങ. നമുക്ക് പല നിറത്തിലുള്ള മുയലുകൾ വേണം. ചുമല, പച്ച, മഞ്ഞ, വെയില, ചുമല, പച്ച, വെള്ള, അങ്ങനെ കുറെ. എന്നിട്ട് ഞാനും അമ്മയും കൂടെ സുഖമായിട്ട് ജീവിക്കും. അപ്പൊ നമ്മളെ പിടിക്കാൻ പോലീസുകാർ വരുമല്ലോ. നീ കിടന്നുറങ്ങ. നാളെ ഉണ്ണീശ്വരന്റെ ജന്മപ്പെരുന്നാളാ. രാത്രി ഉറക്കം നിൽക്കേണ്ടതാ. അപ്പൊ നാളെ അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരും അമ്മേ. ഇറച്ചി അമ്മേ ഉണ്ടാക്കി തരാം. ഇന്നാ ഈ ആഴ്ചത്തെ കൂലി. ശരി മുതലാളി, 200 അരിയും കൂടെ കിട്ടിയ കൊള്ളായിരുന്നു. കൈയിരിക്കുന്ന കാശ് കൊടുത്താൽ അരി കിട്ടുമല്ലോ. നാളെ ക്രിസ്മസ് അല്ലേ മുതലാളി? ഉറുമിച്ചിന് ഇച്ചിരി ഇറച്ചി മേടിക്കാൻ കൂടെ തികയല്ല. ഇനിയിപ്പോ ഇറച്ചൂടെ മേടിച്ചു കൊടുക്കാത്ത കുറേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവന് കാറ് തല്ലിപ്പൊളിക്കാനും കശപിശ ഉണ്ടാക്കാനും ആരോഗ്യം കൂടുതലാ. അള്ള പോ. മറിയ ചേട്ടത്തി, നീ വന്നേ. അധികം മൊശടനാന്ന് അറിഞ്ഞിട്ടും എന്നാത്തിന് അവിടെ ചെന്ന് ചോദിച്ചേ? ചേട്ടത്തിക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? മുതലാളിയോടല്ലേ? മുതലാളി, ചേട്ടത്തി ഇങ്ങ് കയറി വന്നേ. ചേട്ടത്തി, ആ തോർത്ത് ഇങ്ങനെ നീട്ടിക്കേ, നീട്ടിക്കേ.
ഇന്നത്തെ കാലത്ത് ഓരോന്നിന്റെ വില കുഞ്ഞിനറിയാലോ, അതുകൊണ്ട് വാങ്ങുന്നതാ. എനിക്കറിയാം, നല്ലൊരു ദിവസമല്ലേ. ചേട്ടത്തി ചെല്ലേ. ഞാൻ തന്നതാന്ന് ആരോടും പറയല്ലേ. മറിയേ, എന്നതാടി ഈ തോർത്തിനകത്ത്? എന്നാടി വായി നാക്കില്ലേ? ചോദിച്ചാ കേട്ടില്ലേ? തോർത്ത് കാണിക്കടി, തോർത്ത് കാണിക്കാൻ. തിരിഞ്ഞ് വന്നതിനൊക്കെ ജോലി കൊടുത്ത എന്നെ വേണം പറയാൻ. എന്തിനാ എന്നെ അമ്മയെ തള്ളിയിട്ട്? ഓ, അമ്മ അരി കെട്ടത് പോരാ, എന്നെ പിടിച്ച് തള്ളുന്നോടാ തെണ്ടി. പിടിക്കണവനെ. അമ്മേ. എന്നെ പിടിക്കേ. ഒരിടം കൂടി പോയെന്ന് കരുതിയാ മതി. വാ.